ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ കിച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ. ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലടിപ്പിച്ചെടുക്കണം. ബിക്കോസ് പൈനാപ്പിൾ കാണുന്ന പോലെയല്ല, നല്ല വേവുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും അതേപോലെ മധുരത്തിനുള്ള, അതായത് പൈനാപ്പിൾ കിച്ചടിയാണല്ലോ, അപ്പോൾ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒതുക്കിയെടുക്കണേ. ഒതുങ്ങി വന്ന തേങ്ങയിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, പിന്നെ ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ കിച്ചടി ആയതുകൊണ്ട് തന്നെ കടുകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് അരച്ചെടുക്കണേ. ഇനി ഈ മിക്സ് നമ്മൾ വെന്ത് വന്നിട്ടുള്ള പൈനാപ്പിൾ മിക്സിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗ ഓൺ ആക്കണം. പക്ഷേ ഈ മിക്സും പൈനാപ്പിളും കൂടെ ഇനി തിളച്ച് വരാൻ പാടില്ല, ബിക്കോസ് തൈര് ഒഴിച്ചുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകും. നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞളും അതേപോലെ തന്നെ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ. ഇനി ഉപ്പും എരിവുമൊക്കെ റെഡിയാണോ നോക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എണ്ണയിനകത്തേക്ക് കടുകും വറ്റൽമുളകും വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തിടണേ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് നിങ്ങൾ സെലിബ്രേഷൻസിനൊക്കെ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.